പ്രിയമുള്ളവരെ, ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് യേശു ഹിന്ദുവിന് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ, മുസ്ലിമിന് ഈസാ നബി, ബുദ്ധമതക്കാർക്ക് ബോധിസത്വ, ടിബറ്റിയൻസിന് സെൻറ്റ് ഇസ, ശ്രീലങ്കൻ ബുദ്ധമതക്കാർക്ക് ഒരു സന്യാസി, ബുദ്ധ സന്യാസി. ഇങ്ങനെ യേശുവിനെക്കുറിച്ച് എല്ലാ മതവിഭാഗങ്ങളും അവരുടേതായ വിശ്വാസത്തിൽ ആണ് യേശുവിനെ കാണുന്നത്. അവർ യേശുവിൽ വിശ്വസിക്കുന്നു. യേശുവിനെ അവരുടെ ആരാധ്യ പുരുഷനായിട്ട് അവർ അംഗീകരിച്ചു. അങ്ങനെയാണ് നാം കണ്ടുവരുന്നത്. ഹിന്ദുസ് സേ ജീസസ് ഈസ് കൃഷ്ണ, Muslims say Isa Nabi, and Buddhists have a range of views about Jesus, with some considering him a bodhisattva, an enlightened being who has delayed his own nirvana to help others, while others view him as a wise teacher or a mythological figure. In Sri Lanka, some Buddhists believe Jesus was a monk who traveled to India and was influenced by Buddhist teachings, while in Tibet Jesus is sometimes referred to as Saint Isa, a spiritual teacher who lived in the Himalayas. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുവിനെ ഹൈന്ദവ വിശ്വാസികൾ ജീസസ് ആയിട്ട് കൃഷ്ണനായിട്ടും, ഇസ്ലാമിസ്റ്റുകൾ ഈസാ നബിയായിട്ടും, ബുദ്ധിസ്റ്റുകൾ ബോധിസത്വമായിട്ടും, മറ്റു ചിലർ ബുദ്ധ സന്യാസിയായിട്ടും, വേറെ ചിലർ സെൻറ്റ് ഈസ എന്ന് പറഞ്ഞാൽ സെൻറ്റ് എന്നുള്ള നമ്മൾ സെൻറ്റ് പീറ്റർ, സെൻറ്റ് പൗലോസ് എന്നൊക്കെ പറയുന്ന പോലെ, വിശുദ്ധനായ പൗലോസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അതുപോലെ സെൻറ്റ് ഈസ ഇന്ന് അതും ഹിമാലയ പർവ്വത സാനുക്കളിൽ ഉണ്ടായിരുന്നതായ ഒരു സന്യാസിയാണ് എന്നുള്ള നിലയ്ക്കാണ് അവരും കാണുന്നത്. ഇങ്ങനെ പല വിധത്തിലാണ് യേശുവിനെ എല്ലാവരും കാണുന്നത്. ഇതിന് കാരണം എന്താണ്? യേശുവിനെ എല്ലാവർക്കും പ്രിയമാണ്. യേശുവിനെ ആരും വെറുക്കുന്നില്ല. യേശുവിനോട് എല്ലാവർക്കും സ്നേഹമാണ്, ആദരവാണ്. യേശുവിനെ എല്ലാം അംഗീകരിക്കുന്നു എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു, അവൻ കരുണാമയനാം കാവൽ വിളക്കായി ഇരിക്കുന്നു. വിണ്ണിലും മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു. അപ്പോൾ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവം ഇരിക്കുന്നു എന്നാണ് ഹൈന്ദവ മതം വിശ്വസിക്കുന്നത്. അതായത് ദൈവ സൃഷ്ടി, ദൈവം എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടികളിലൊക്കെ തന്നെ ദൈവത്തിൻ്റെ അംശമുണ്ട്. അതായത് ഈ മനുഷ്യരായ നമ്മളിൽ പോലും ദൈവത്തെ അവർ കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അവർ 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ മനുഷ്യരിൽ പോലും അതേപോലെ ഒരു തൂണിലും പുല്ലിലും എല്ലാം ദൈവത്തെ കാണുന്ന ഒരു വിശാലമായ ഒരു മനസ്സിൻ്റെ ഒരു ഉടമകളാണ് ഹൈന്ദവർ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവർ യേശുവിനെ ശ്രീകൃഷ്ണനായിട്ട് അവർ കാണുന്നു. ഇവിടെ ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു പുസ്തകമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണ് ആ പുസ്തകം. ഇതിൽ കാണുന്ന ജീസസിൻ്റെ ഫോട്ടോ ആണ്. ഇതാണ് ശ്രീ പരമഹംസ യോഗാനന്ദ എന്ന് പറയുന്ന സ്വാമികൾ.
അദ്ദേഹത്തിൻ്റെ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ദ റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വിതിൻ യു എന്നുള്ള ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിൽ അദ്ദേഹം കൃഷ്ണനെയും യേശുവിനെയും കാണുന്നത് രണ്ടും ഒരു അവതാരമായിട്ടാണ്, ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം അത് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ദി ഒംനിപ്രസൻറ്റ് ലവ് ഓഫ് ഗോഡ് ഈസ് വൈ ഐ കൺസിഡർ ഭഗവാൻ കൃഷ്ണ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് അവതാർസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് as the supreme expressions of the Krishna Christ consciousness, for in them was evident in the highest degree of incarnation of God's divine love and compassion. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ദിവ്യ സ്നേഹം എന്നാണ് പറയുന്നത്, ഡിവൈൻ ലവ്, അതുപോലെ കമ്പാഷൻ, അനുകമ്പയും നിറഞ്ഞിട്ടുള്ളതായ ആ ദൈവത്തിൻ്റെ അവതാരമാണ് യേശുവും ക്രിസ്ത്യനും. അത് യേശു എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റാണ്, യേസ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദ ഒംനിപ്രസൻറ്റ് ലവ് ഓഫ് ഗോഡ് ഈസ് വൈ ഐ കൺസിഡർ ഭഗവാൻ കൃഷ്ണ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് അവതാർസ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആസ് ദി സുപ്രീം എക്സ്പ്രഷൻസ് ഓഫ് ദി കൃഷ്ണ ക്രൈസ്റ്റ് consciousness, for in them was evident in the highest degree the incarnation of God's divine love and compassion. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദിവ്യ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന അവതാര പുരുഷന്മാരാണ്. അതായത് കിഴക്കിൻ്റെ അവതാര പുരുഷനായ കൃഷ്ണനും പടിഞ്ഞാറിൻ്റെ അവതാര പുരുഷനായ ജീസസും എന്നാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനെ കുറേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ അദ്ദേഹം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പല പ്രാവശ്യം ഞാൻ യേശുവിനെ കണ്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നതാണ്, ജീസസ് ഈസ് റിയൽ, ഐ ഹാവ് സീൻ ഹിം. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ജീസസ് ഈസ് റിയൽ, ഐ ഹാവ് സീൻ ഹിം. ഹി ഹാസ് കം ടു മീ ഓഫൺ ആസ് ദ ബേബി ജീസസ് ആൻഡ് ആസ് ദ യങ് ക്രൈസ്റ്റ്. I have seen him as he was before his crucifixion, his face very sad, and I have seen him in the glorious form in which he appeared after his resurrection. അപ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അദ്ദേഹം പറഞ്ഞു, യേശു എനിക്ക് കുടിക്കാൻ തന്നു, അങ്ങനെ ഞാനത് കുടിച്ചു, ഞങ്ങൾ സംസാരിച്ചു, എന്നെ പല കാര്യങ്ങളും ഉപദേശിച്ചു, ഞാനത് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ഇതിനകത്തുണ്ട്. അപ്പോൾ യേശുവിനെ ഒരു ഹൈന്ദവ സന്യാസി അത്രത്തോളം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ വിശുദ്ധ ഖുർആനിലാകട്ടെ അതിനകത്ത് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈസാ നബി എന്നാണ്. യേശുവിനെ കുറിച്ച് 93 പ്രാവശ്യം ഈസ എന്നുള്ള പേരിൽ 93 പ്രാവശ്യം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല സൂറ 6 ആയ 85 ഈസ ഒരു നീതിമാനായ പ്രവാചകനാണ്, എ റൈച്വസ് പ്രോഫറ്റ് എന്നാണ് പറയുന്നത്. ഈസ എ റൈച്വസ് പ്രോഫറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ സൂറ 3 ആയ 55 പറയുന്നു, ഈസ തീർച്ചയായും നാം നിന്നെ പൂർണ്ണമായി ഏറ്റെടുക്കുകയും എൻ്റെ അടുക്കിലേക്ക് നിന്നെ ഉയർത്തുകയും ചെയ്യും. പ്രവാചകന്മാരിൽ മരണം സ്വീകരിക്കാതെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവനാണ് യേശു എന്നാണ് ഇതിൽ നാം മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൽ പറയുന്നത് അല്ലാഹ് യേശുവിനെ അത്രമാത്രം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അത്രമാത്രം സ്ഥാനങ്ങൾ യേശുവിനെ നൽകുകയും ചെയ്തിരിക്കുന്നതാണ്.
കാരണം മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും മരിച്ചാണ് ഈ ലോകത്തു നിന്ന് പോയെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത്. എന്നാൽ യേശു അതിന് നേരെ വിപരീതമാണ്. യേശു മരിച്ചിട്ടില്ല. യേശുവിനെ ദൈവം സ്വർഗത്തിലേക്ക് ഉടലോടെ എടുത്തു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ കൺസേൺ എന്താണെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധമതക്കാർ പറയുന്നത് യേശുവിനെ അവർ പറയുന്നത് ബോധിസത്വ ആയിട്ടാണ്. അതായത് ബുദ്ധന് ജ്ഞാനം ലഭിച്ച പോലെ തന്നെ യേശുവിനും ജ്ഞാനം ലഭിച്ച് ആ നിലക്കുള്ളതായ ഒരവസ്ഥയിലുള്ളതായ ഒരു സന്യാസി വര്യനായിട്ടാണ് യേശുവിനെ ഇവിടെ അവർ കാണുന്നത്. അത് തന്നെ ബർമയിലെ ബുദ്ധിസ്റ്റുകൾ പറയുന്നത് യേശു ഒരു ബുദ്ധ സന്യാസിയാണെന്നും ഇന്ത്യയിൽ ബുദ്ധമതങ്ങൾ പഠിപ്പിക്കുന്നതിന് വന്നിരുന്നുവെന്നും എന്നാണ് അവർ പറയുന്നത്. തിബത്തുകാർ യേശുവിനെ ഇതേപോലെ തന്നെയാണ് കാണുന്നത്. അവർ പറയുന്നത് സെൻ ഈസ, സെൻറ്റ് എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്നുള്ള അർത്ഥമാണ്. സെൻറ്റ് പൗലോസ്, സെൻറ്റ് പീറ്റർ എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ സെൻ ഈസ എ സ്പിരിച്വൽ ടീച്ചർ ഹു ലിവ് ഇൻ ദി ഹിമാലയ. അപ്പോൾ ആ ഹിമാലയ സാനുക്കളിൽ ജീവിച്ചിരുന്നതായ ഒരു വിശുദ്ധ പുരുഷനാണ് ഈസ. അദ്ദേഹം ആത്മീയ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നാണ് തിബത്തുകാർ പറയുന്നത്. അപ്പം ഇങ്ങനെ ഏത് കോണിൽ നിന്ന് നമ്മൾ നോക്കിയാലും, മതമേതായാലും മനുഷ്യരേതായാലും രാജ്യമേതായാലും യേശുവിനെ ഒരു ആത്മീയ ഗുരുവായി അവരെല്ലാവരും കാണുന്നു. എല്ലാവരും യേശുവിനെ അംഗീകരിക്കുന്നു. ക്രിസ്ത്യാനികൾ യേശുവിനെ ലോകരക്ഷകൻ എന്ന് വിശ്വസിക്കുന്നു. എന്നെ കേട്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.